എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് മെഫ്റ്റാൽ എന്ന മരുന്നിന് ഗുരുതര പാർശ്വഫലങ്ങളുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? വേദന സഹിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വേദനസംഹാരികൾക്ക് മാർക്കറ്റിൽ ഇത്രയും ഡിമാൻഡും. പലപ്പോഴും ഡോക്ടർമാർ നൽകുന്നതിനു പുറമേ സ്വന്തം ഇഷ്ടത്തിനു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വേദനസംഹാരികൾ വാങ്ങിക്കഴിക്കാറാണ് പതിവ്. എന്നാൽ അതിനു പിന്നിൽ അപകടമുണ്ടായേക്കാമെന്ന് പലരും ചിന്തിക്കുക പോലുമില്ല. തലവേദന, ആർത്തവേദന, പേശീവേദന, സന്ധിവേദന എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കാലാകാലങ്ങളായി ഇന്ത്യയിൽ ഉപയോഗിച്ചു വന്നിരുന്ന മരുന്നാണ് മെഫ്താൽ, സ്പാസ്, അതുപോലെ മെഫോഫോർട്ട്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വാങ്ങാൻ കഴിയുന്ന ഓവർ ദി കൗണ്ടർ മെഡിസിനാണ് ഇത്. വേദനസംഹാരിയായി ഉപയോഗിക്കുന്ന ഈ മെഫെനാമിക് ആസിഡിന്റെ പാർശ്വഫലങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷൻ ആണ് മരുന്നിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പുറത്തിറക്കിയത്. മെഫ്താലിനിലെ ഘടകമായ മെഫെനാമിക് ആസിഡ് ഇസിനോഫീലിയ, ട്രസ് സിൻഡ്രോം എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ചില മരുന്നുകൾ മൂലമുണ്ടാകുന്ന അലർജിയാണ് ട്രസ് സിൻഡ്രോം. മരുന്ന് കഴിച്ച ശേഷം ചർമ്മത്തിൽ ചുണങ്ങ്, ലിംഫഡെനോപ്പതി അഥവാ കഴലവീക്കം, പനി എന്നിവ 2 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ സംഭവിക്കാം. ഫാർമകോവിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് മെഫെനാമിക് ആസിഡ് ആന്തരികാവയവങ്ങളെ ബാധിച്ചേക്കാമെന്ന് വ്യക്തമായത്. മരുന്നിന്റെ പാർശ്വഫലങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ആരോഗ്യപ്രവർത്തകരോടും രോഗികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മെഫ്റ്റാൽ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള അറിവുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.